മിഡിൽ ഈസ്റ്റിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കെ ഇറാന്റെ നീക്കങ്ങൾക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകിയ അമേരിക്ക. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ച ഇറാന്റെ 16 കപ്പലുകൾ US സൈന്യം തകർത്തു. ഇതിന്റെ ദൃശ്യങ്ങളും അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ നിക്ഷേപിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ നിക്ഷേപിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങളെ അമേരിക്കൻ നാവികസേന ശക്തമായി പ്രതിരോധിച്ചതായാണ് വിവരം. രാജ്യാന്തര കപ്പൽപാത തടസ്സപ്പെടുത്തുവാനും ആഗോള എണ്ണ വിപണിയെ ബാധിക്കാനും ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ നീക്കങ്ങളെയാണ് തങ്ങളുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് US പരാജയപ്പെടുത്തിയത്. ഈ നടപടിയിൽ ഇറാന്റെ 16 കപ്പലുകൾ തകർത്തതായും അവയുടെ ദൃശ്യങ്ങൾ പെന്റഗൺ പുറത്തുവിട്ടതായും റിപ്പോർട്ടുകളിലുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ ഭീഷണി മുൻകൂട്ടി കണ്ട് പ്രസിഡന്റ് ട്രംപ് നൽകിയ കർശന മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഈ സൈനിക നടപടി. അതിനിടെ ഇറാന്റെ നഗരമായ ഇസ്ഫഹാനിലെ റഷ്യൻ കോൺസുലേറ്റിന് നേരെ ഉണ്ടായ ആക്രമണം നയതന്ത്ര തലത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ആക്രമണത്തിൽ കോൺസുലേറ്റ് കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. ഈ സംഭവത്തെ രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത്. മേഖലയിലെ സംഘർഷം മൂന്നാമതൊരു രാജ്യത്തിന്റെ നയതന്ത്ര കാര്യാലയത്തെ ബാധിച്ചത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇറാനുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളിൽ ഇതുവരെ ഏകദേശം 150 US സൈനികർക്ക് പരിക്കേറ്റതായാണ് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് പുറത്തുവിട്ട പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്.